ഹലോ, അപ്പോഴേ ഇന്ന് നമ്മൾ കടയിൽ ഉണ്ടാക്കുന്ന സാമ്പാർ ഒന്ന് കാണിച്ചാലോ അല്ലേ? അപ്പോൾ ഇതിനായിട്ട് ഞാൻ 3/4 കിലോ പരിപ്പ് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് കഴുകിയെടുത്തിട്ട് അപ്പോൾ നമ്മൾ പീസൊരിപ്പാണ്ട് എടുത്തേക്കണം. തോരപ്പരിപ്പൊന്നും അല്ല നമ്മൾ ഈ സാമ്പാറിന് എടുത്തേക്കണത്. പീസൊരിപ്പ് ചെറിയ ചെറിയ പീസൊരിപ്പ് ഉണ്ട് കടയിൽ, അതാണ് വാങ്ങിക്കേണ്ട സാമ്പാറിന്. ഇനി ഇത് കഴുകി വൃത്തിയാക്കി അതിലേക്ക് വെള്ളം ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3-4 പച്ചമുളക് പൊളർന്നിട്ടൊന്നുമില്ല കേട്ടോ, അങ്ങനെ തന്നെയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. അപ്പോൾ നമ്മളിത് വേവിക്കാനായിട്ട് വെച്ച് കൊടുക്കേണ്ടത്. ഞാൻ ഒറ്റ വിസിൽ കഴിഞ്ഞപ്പോഴേക്കും ഓഫാക്കിയായിരുന്നു കേട്ടോ. അതിന് ശേഷം ഞാനിതൊന്ന് തുറന്ന് നോക്കണ്ട്. അപ്പോൾ ആ ഒരു വിസിലിന് തന്നെ നമ്മുടെ പരിപ്പ് നന്നായിട്ട് വെന്തിട്ട്, അപ്പോൾ നമ്മൾ മേടിക്കണ ഒരു കുഞ്ഞു കുഞ്ഞു പരിപ്പാണ് കേട്ടോ. അതാണ് സാമ്പാറിന് മേടിക്കുന്നത്. പരിപ്പ് പീസ് പരിപ്പ് തന്നെയാണ്, പക്ഷെ ചെറുതാണെന്നേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ സാമ്പാറിൻ്റെ വീഡിയോ കാണിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ചേച്ചി പച്ചക്കറിയൊക്കെ എല്ലാം ഒന്നിച്ചാണ് അങ്ങോട്ട് അരിഞ്ഞിട്ടത് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് മത്തങ്ങ ഉണ്ടായിരുന്ന, കുമ്പളങ്ങ, വെള്ളരിക്ക, അച്ചിങ്ങ, പിന്നെ എന്താണ് വഴുതനങ്ങ, ബീൻസ്, കായ, എല്ലാ പച്ചക്കറികളും നമ്മൾ സാമ്പാറിന് എടുക്കും കേട്ടോ. അപ്പോൾ 2 കിലോ സാമ്പാർ കഷ്ണമാണ് ഞാൻ വാങ്ങിച്ചത് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതൊന്ന് ഇളക്കി കൂട്ടി നോക്കണ്ട. ഇനി വെള്ളം വേണമെന്ന് പറഞ്ഞിട്ട് വേണം ഒഴിച്ചു കൊടുക്കണമെങ്കിൽ. അപ്പം ഞാൻ നോക്കിയപ്പോൾ കറക്റ്റ് വെള്ളം വരുന്നു. ഇനി നമുക്കിത് ഒറ്റ വിസിൽ വരുമ്പോൾ നമുക്ക് തീ ഓഫ് ആക്കിയിടണ്ട. ഒരു വിസിലാകുമ്പോഴേക്കും നമ്മുടെ കഷ്ണങ്ങളും പരിപ്പൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അത് അപ്പുറത്തെ അടുപ്പിൽ വേവിക്കാൻ വെച്ച്, വലിയ അടുപ്പിൽ. അപ്പം ഞാൻ ഓർത്ത് ഇതിന് വേണ്ട മറ്റേ തക്കാളിയും വെണ്ടയ്ക്കയും മുരിങ്ങാക്കോലൊക്കെ നന്നാക്കി എടുക്കാമെന്ന് വെച്ച്. അപ്പോൾ മുരിങ്ങാക്കോൽ നേരത്തെ തന്നെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു തക്കാളി 4 കഷ്ണമായിട്ടാണ് നമ്മൾ സാമ്പാറിന് അരിഞ്ഞെടുക്കണത്. എന്നാലും മാത്രമേ നല്ല ടേസ്റ്റ് ഉണ്ടാവും. സാമ്പാറിൽ തക്കാളി അടക്കുമ്പോൾ നല്ല രസമായിരിക്കുള്ളൂ. അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് പുളി വെള്ളത്തിൽ കുതിരാനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ പുളിയെ പുറത്തുനിന്ന് മേടിച്ച പുളി ആയതുകൊണ്ടിട്ടേ ഭയങ്കര കട്ടിയുണ്ട്. നമ്മുടെ പുളിക്കാരൻ പുളിയും കൊണ്ട് വന്നിട്ടില്ല, കുറച്ച് ദിവസം അയാൾ ലീവാണ്. അപ്പോഴേക്കും നമ്മുടെ കുക്കറിൽ ഒരു വിസിലടിച്ചിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇതിൻ്റെ ഉരുളി വെച്ച് കൊടുത്ത് ഉരുളി കാഞ്ഞ് എണ്ണ ഒഴിച്ച്, എണ്ണയൊക്കെ കാഞ്ഞ് വന്നപ്പോഴേക്കും അതിലേക്ക് കടുകും പിന്നെ കുറച്ച് ഉലുവയും കൂടി പൊട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതിനായിട്ട് ബ്രാഹ്മണ സാമ്പാർ പൊടി 100 ഗ്രാം എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു 4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 2 സ്പൂൺ മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ചില സമയത്ത് ഞങ്ങൾ കടയിൽ സാമ്പാർ പൊടി പൊടിച്ചിട്ട് ചെയ്യാറുണ്ട്. ഇപ്പം ബ്രാഹ്മണ സാമ്പാർ പൊടി കടയിൽ നിന്ന് മേടിച്ചതാണ്, പുറത്ത് കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടാണ് ഈ ഒരു സാമ്പാർ ഉണ്ടാക്കുന്നത്. ഇനി ഇതെല്ലാം നന്നായിട്ട് മൂത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി, വെണ്ടയ്ക്കയും മുരിങ്ങാക്കോലും എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ട് വഴറ്റിയെടുക്കണം എന്ന് പറഞ്ഞാൽ തക്കാളിയൊക്കെ വെന്തുടയേണ്ട ആവശ്യമൊന്നുമില്ല. ആ ഒരു കഷ്ണം പോലെയൊക്കെ തന്നെ കിടന്നാൽ അത്രയും നല്ലത്. പിന്നെ നമ്മളുടെ പുളി കുതിർന്നതിന് ശേഷം ഞാനൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. കാരണം കടയിൽ നിന്ന് മേടിച്ചതായതുകൊണ്ട് കല്ലും മണ്ണൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ നമ്മുടെ സാമ്പാറിന് കല്ലും മണ്ണുണ്ടാവും. നമ്മൾ മറ്റേ പുളിക്കാരനെ കൊണ്ടുതന്നെ പുളിയാണെങ്കിലല്ലേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നല്ല പുളിയാണ്. പക്ഷേ അത് കിട്ടിയില്ല. അതുകൊണ്ടിട്ടാണ് നോമ്പൊക്കെ ചെയ്തുകൊണ്ടിട്ട് അയാൾ ലീവാണ്, അതുകൊണ്ടിട്ടാണ് തോന്നുന്നത്. അപ്പോൾ ഇനി ഞാനൊന്ന് ഇളക്കി കൂട്ടിയതിന് ശേഷം ഒന്നല്ലേ മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിനിടയിലേ നമ്മുടെ കുക്കറിൻ്റെ വിസിലൊക്കെ പോയതിന് ശേഷം തുറന്ന് നോക്കണേ പച്ചക്കറികളുടെയൊക്കെ അവസ്ഥ അറിയാൻ വേണ്ടിയിട്ട്. നോക്കുമ്പോഴെന്താണ് നന്നായിട്ട് വെന്ത് പരിപ്പൊക്കെ നല്ല കുറുകനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഞാൻ അതിൻ്റെ ഇടയിൽ ഉരുളിയിൽ താളിച്ചിട്ടേക്കണ വെണ്ടയ്ക്കയും തക്കാളിയും കൂടി ഒന്ന് നോക്കണ്ട. അപ്പോഴേക്കും നമ്മുടെ വെണ്ടയ്ക്കയും തക്കാളിയൊക്കെ വെന്തിട്ടുണ്ട്. പിന്നെ ആ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല രസമായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കാണുമ്പോൾ തന്നെ കൊതിയായിട്ട് പാടില്ല. ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാമോ? വേവിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു പച്ചക്കറി പരിപ്പും എല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിനു മുമ്പേ ഉള്ളിയൊക്കെ ചേർത്തിട്ടുള്ള ഒരു സാമ്പാറിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണാത്തവരൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പം നമ്മളിതിട്ട് അതിന് ശേഷമല്ലേ ഒന്ന് ഇളക്കി കൂട്ടി നോക്കണേ. ഇനി എന്തോരം നമുക്കിതിലേക്ക് വെള്ളം ചേർക്കാമെന്നാണ് നോക്കേണ്ടത്. ഞാൻ നോക്കിയപ്പോഴേ സാമ്പാറിന് നല്ല കുറുകലുണ്ട്. അപ്പോൾ ഞാൻ ഓർത്ത് എന്നാൽ കുറച്ചും കൂടി വെള്ളം ഒഴിക്കാമെന്ന് ഓർത്തു. അങ്ങനെ കുക്കറിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കുക്കറൊക്കെ ഒന്ന് കഴുകിയെടുത്തതിന് ശേഷമല്ലേ അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുക്കറിൽ നന്നായിട്ട് പരിപ്പുണ്ടായിരുന്നിട്ട് അതുകൊണ്ടിട്ടാണ് കുക്കർ നന്നായിട്ട് കഴുകിയെടുത്തത്. ഇനി ഇതിലേക്ക് നമ്മൾ കായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത് LG കായപ്പൊടിയാണ്. നമ്മൾ ഈ കടയിൽ LG കായപ്പൊടിയും ബ്രാഹ്മണ സാമ്പാർ പൊടിയാണ് ഉപയോഗിക്കണം സാമ്പാർ വെക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളിതിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വേണമെങ്കിൽ നമുക്ക് ശർക്കരയോ പഞ്ചസാരയോ ചേർക്കാം. ഞങ്ങൾ ശർക്കര ഇടാറുണ്ട് കേട്ടോ സാമ്പാറിൽ, നീരൊരു മധുരം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് തിളച്ച് കഴിയുമ്പോഴേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. സാമ്പാറിൽ ശർക്കരയൊക്കെ ഇടുമ്പോഴേ ആ മധുരവും എരിവും പുളിയൊക്കെ ആകുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും.
അപ്പോൾ ഇത് ഇത്രയുള്ള നമ്മുടെ സാമ്പാറിൻ്റെ വീഡിയോ. ഇതിപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് വെള്ളം പോലെയൊക്കെ തോന്നും, കുറച്ച് നേരം ഇരിക്കുമ്പോൾ നല്ല കുറുകനെയുള്ള സാമ്പാറായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണ് കൂട്ടുകാരെ, സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. ഞാനിത്തിരി ചോറൊക്കെ കഴിച്ചിട്ട് വരാം കേട്ടോ. ചൂട് സാമ്പാർ കണ്ടപ്പോഴേ കൊതിയായിട്ട് പാടില്ല. അപ്പോൾ ഞാൻ ചോറും അതേപോലെ തന്നെ അച്ചാറിൻ്റെ വീഡിയോ പുറകെ വരും കേട്ടോ. അച്ചാർ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, ഇട്ടിട്ടില്ല. അങ്ങനെ നീ ചോറൊക്കെ കഴിക്കാൻ പോണേട്ടാ.